കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. വൈകിട്ട് ഷട്ടറുകൾ ഉയർത്തി 500 ക്യുമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കും. മുതിരപ്പുഴയാർ, പെരിയാർ എന്നീ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാകുമല്ലോ അല്ലെ ഇപ്പോൾ ഷട്ടർ ഉയർത്താനുള്ള തീരുമാനം? എങ്ങനെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? അക്ഷയ, തീർച്ചയായിട്ടും വൃഷ്ടിപ്രദേശത്ത് മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായി പെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കല്ലാർകുട്ടി ഡാമിലെ ജലനിരപ്പ് 455.20 മീറ്ററായി ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സംഭരണശേഷി എന്ന് പറയുന്നത് 456.60 ആണ്. ക്ഷമിക്കണം, 456.60 ആണ്. 60 മീറ്ററാണ് ഡാമിലെ പരമാവധി സംഭരണശേഷി എന്ന് പറയുന്നത്. സ്വാഭാവികമായും വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് വൈകിട്ട് 6 മണിയോടുകൂടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. 500 ക്യുമെക്സ് വെള്ളം സെക്കൻഡിൽ ഒഴുക്കിവിടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴുക്കുമ്പോൾ മുതിരപ്പുഴയാറിന്റെ തീരത്തും അതോടൊപ്പം തന്നെ മുതിരപ്പുഴയാർ പിന്നീട് വന്ന് ചേരുന്നത് പെരിയാറിലേക്കാണ്. ഈ രണ്ട് നദികളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രി പാമ്പള ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി 500 ക്യുമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഡാമിൽ നിന്ന് കൂടിയാവുമ്പോൾ ഏതാണ്ട് 1000 ക്യുമെക്സ് വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുകിയെത്തുക. ശരി, ജെയിനാണ് വിവരങ്ങൾ നൽകുന്നത്. അതായത് നമുക്കറിയാം, മഴ വീണ്ടും ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പല ജില്ലകളിലായി ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് മഴ കനക്കുന്നതാണ് ഈ ഷട്ടറുകൾ ഉയർത്താൻ കാരണം. ഇപ്പോൾ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും എന്നുള്ള വിവരമാണ് ജെയിൻ പങ്കുവയ്ക്കുന്നത്.